Hello everybody, welcome to Mint, the right guidance. So, in the VFA related English questions are solve. It will be tricky, but we will discuss the answers solve. Okay? So, participate because then you will know where you lack and where you don't, right? So, let's start. All right. So, the first question is, okay. First question is subject verb related question. Subject verb agreement question. So it goes like, neither the manager nor the employees dash present at the field site yesterday. Appa ee blank il എന്തായിരിക്കും നമ്മൾ fill ചെയ്യുന്നത്, എന്ത് verb ആയിരിക്കും നമ്മൾ fill ചെയ്യുന്നത്? Neither the manager nor the employees dash present at the field site yesterday. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ was, ഓപ്ഷൻ ബി were, ഓപ്ഷൻ സി is and ഓപ്ഷൻ ഡി are. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻസർ വരുന്നത്? Okay, Shreya Shashidharan has said it is were. All right, let's see where are para Vishnu. Hi Vishnu. Okay, option B aanu parayunnathu were aanu. All right, let's see correct answer B aano. Absolutely correct. Were aanu correct answer varunathu. Absolutely correct. Rendu verum correct answer aanu paranjittirikkunnathu. ബാക്കി കാണുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് വേ യു നോ എവിടെയാണ് നമുക്ക് പ്രാക്ടീസ് വേണ്ടത്. ഓൾറൈറ്റ്, ഓക്കെ. സോ ഇവിടെ എന്താണ്? neither the manager nor the employees were present at the field site yesterday. Correct answer ആണ് ഓപ്ഷൻ ബി. വെരി ഗുഡ് ബോത്ത് ഓഫ് യു. ഇവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ഒരു ഫസ്റ്റ് സബ്ജക്റ്റ് ഇസ് എ മാനേജർ, രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് എംപ്ലോയീസ്. അപ്പൊ നമ്മൾ എപ്പോഴും ഏറ്റവും അടുത്ത സബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ബ്ലാങ്ക് എവിടെയാണ് വരേണ്ടത്? അതിൻ്റെ ഏറ്റവും അടുത്തുള്ള സബ്ജക്റ്റിനെയാണ്, വിച്ച് ഇസ് ദി എംപ്ലോയീസ്. അതിനെയാണ് നമ്മൾ നോക്കേണ്ടത്, റൈറ്റ്? സോ രണ്ട് സബ്ജക്റ്റ് ഉള്ളപ്പം ഏറ്റവും അടുത്ത സബ്ജക്റ്റിനെയാണ്, ബ്ലാങ്കിന്റെ ഏറ്റവും അടുത്ത സബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് വേ വി ഗെറ്റ് ദ ഓപ്ഷൻ were, right? All right. So rule of proximity. Proximity എന്ന് പറയുമ്പോൾ അടുപ്പം, right? Closeness. So when the subjects are joined by neither nor, the verb agrees with the subject closest to it. ഏറ്റവും അടുത്ത സബ്ജക്റ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, right? The subject closest to the verb ഏതായിരുന്നു? ബ്ലാങ്കിന്റെ അടുത്തുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? എംപ്ലോയീസ് ആയിരുന്നു. അതൊരു പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? were ആണ് യൂസ് ചെയ്യണത്. ആൻഡ് ഓൾസോ ഇത് പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ടാണ് were യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ are യൂസ് ചെയ്തേനെ, അല്ലേ? All right, let's see the next question. Articles related question ആണ്. He is dash European scholar who has published research on land administration. ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ and, ഓപ്ഷൻ ബി option C the, and option D no article is required here. So എന്ത് ഓപ്ഷൻ ആണ് ഇവിടെ വരുന്നത്? He is dash European. Okay, ശ്രേയ പറയുന്നുണ്ട് an ആണ്, which is option A ആണ് ശ്രേയ പറയുന്നത്. വേറെ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ടോ? He is dash European. Vishnu is saying option B ആണെന്ന്. Okay, so now we have conflict. Anybody wants to second that? വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ ആൻസർ ചെയ്യാൻ? ഓക്കെ, റബിത്, ഐ എം സോറി ഇഫ് ഐ എം ഗെറ്റിംഗ് യുവർ നെയിം റോങ്. റബിത് പറയുന്നുണ്ട് ഓപ്ഷൻ ബി ആണ്. അഖില ഈസ് ഓൾസോ സെയിങ് ഓപ്ഷൻ ബി ആണെന്ന്. ഓക്കെ, വിച്ച് ഇസ് അല്ലേ? നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ആണ് ഇവിടെ വരേണ്ട ആർട്ടിക്കൽ. ഓക്കെ, ഹി ഈസ് a European scholar who has published research on land administration. ഇവിടെ എന്തിനാണ് വരുന്നത്? സോ ഓപ്ഷൻ ബി അഗൈൻ കറക്റ്റ് ആണ്. Absolutely good job all of you. And Shreya, let's look at it. Why ആണ് വരേണ്ട ആർട്ടിക്കിൾ? Okay, എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്?
കോൺസണന്റ് സൗണ്ട്സ് അല്ലെ. എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ നമ്മൾ കോൺസൊനന്റ് സൗണ്ട്സിന്റെ കൂടെയാണ്. അതായത് ബ, ഡ, ഫ, ഗ, ഹ ഇതൊക്കെയാണ് നമ്മുടെ കോൺസണന്റ് സൗണ്ട്സ് വരുന്നത് അല്ലെ. സോ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കോൺസണന്റ് സൗണ്ടിന്റെ കൂടെയാണ് യൂസ് ചെയ്യണത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആൽഫബറ്റ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ആൻസർ ചെയ്യല്ല. അത് പറഞ്ഞു നോക്കണം. ട്രൈ സേയിങ് ഇറ്റ് ഔട്ട്. അത് പറയുമ്പം അത് എങ്ങനത്തെ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ കൂടെയാണ് നമ്മൾ ആർട്ടിക്കിൾ ഫിക്സ് ചെയ്യുന്നത്. റൈറ്റ്. സോ ഇവിടെ യൂറോപ്യൻ എന്ന് പറഞ്ഞ വേർഡ് യൂറോപ്യൻ, ഈ ഒരു യു സൗണ്ട് ആണ് വരുന്നത്, സൗണ്ട് ആണ് വരുന്നത്. ആൻഡ് സൗണ്ട് എന്താണ്? സൗണ്ട് ഒരു കോൺസണന്റ് സൗണ്ട് ആണ് അല്ലെ. സോ കോൺസണന്റ് സൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യണത്? ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യണത്. റൈറ്റ്. ആൻഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യണത്? വോവൽ സൗണ്ടിന്റെ കൂടെയാണ് വരുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾ ഇനി ഇത് തെറ്റിക്കല്ല. സൗണ്ടിനെ വേണം നിങ്ങൾ എംഫസൈസ് ചെയ്യാൻ. ഡു നോട്ട് ഫോക്കസ് ഓൺ ദി ആൽഫബറ്റ്. ആൽഫബറ്റ് ഏതായാലും ശരി, അത് എങ്ങനത്തെ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വോവൽ സൗണ്ട് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനാണ് നമ്മൾ വോവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ഇത് വെച്ച് തുടങ്ങുന്ന സൗണ്ട് ആണെങ്കിലാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോൺസണൻസ് വെച്ച് തുടങ്ങുന്ന സൗണ്ടിനെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, awesome. Let's look at the next question. All right, so let's just look at the explanation. Option B, ആണ് correct ആയിട്ട് വരുന്നത്. The choice between and depends entirely on the initial sound. ആദ്യം എന്ത് സൗണ്ട് ആണ്? യൂറോപ്യൻ. യു ഇനിഷ്യലി എന്ത് സൗണ്ട് ആണ് വരുന്നത്? കോൺസണന്റ് സൗണ്ട് ആണ് വരുന്നത്. ആൻഡ് അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സ്പെല്ലിങ്ങിൽ നോക്കല് സൗണ്ടിനെ വേണം ശ്രദ്ധിക്കാൻ. ഓക്കെ. All right, now let's see the third question. Preposition related ആണ്. The government distributed land titles dash the landless villagers. Options നോക്കാം. Option A, between. Option B, into. Option C, with. And option D, among. ഇതിൽ ഏതാണ് കറക്റ്റ്? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത്? The government distributed land titles dash the landless villagers. Okay, Shreya പറയുന്നുണ്ട് ഓപ്ഷൻ D ആണെന്ന്, which is among. Let's wait for others to try. Vishnu is also saying D, പക്ഷെ വിഷ്ണുവിന് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? Okay, let's see. This is a little tricky, പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു എന്താണ് ഒരു ടിപ്പ് തരുമ്പം ഇറ്റ് വിൽ ബി വെരി ഈസി ടു സോൾവ്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം, ഇങ്ങനത്തെ ഓപ്ഷൻസിന്റെ പോലെ ക്വസ്റ്റ്യൻസ് വരുമ്പം നെക്സ്റ്റ് ടൈം യു വിൽ ബി ഏബിൾ ടു സോൾവ് ബെറ്റർ. യാ, വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഇഫ് യു ഗെറ്റ് ഇറ്റ് റോങ്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. നമ്മൾ ട്രൈ ചെയ്യണേനെയാണ് ഏറ്റവും വലിയ എന്താണ് ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നത്. റൈറ്റ്. സോ ട്രൈ. വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ആൻസർ പറയട്ടെ. ഓപ്ഷൻ ഡി ആണ് ഇപ്പൊ രണ്ടുപേര് പറഞ്ഞിരിക്കുന്നത്. All right, the correct answer is option D, among. Okay, the government distributed land titles among the landless villagers. Now എന്താണ് among ആവാം between ആവാം അല്ലേ? ഈ രണ്ട് ഓപ്ഷൻസിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ മാറ്റാന്നുള്ളത്. So next time when you see such questions you will be able to answer easily. So option D, among ആണ് correct answer. Good job both of you, good job. So distribution context ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. The sentence describes the distribution of an item across a collective group. അതായത് കുറെ ആൾക്കാർ തമ്മിലാണ് നമ്മൾ പറയുന്നത് അല്ലേ? സോ കുറെ ആൾക്കാർ തമ്മിൽ പറയുകയാണെങ്കിൽ നമ്മൾ among ആണ് യൂസ് ചെയ്യേണ്ടത്. യെസ്, കറക്റ്റ് ശ്രേയ. ബിറ്റ്വീൻ മീൻസ് രണ്ട് ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ മാത്രമേ നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യുള്ളൂ. രണ്ട് ആൾക്കാരായാലും ശരി, രണ്ട് സാധനങ്ങളായാലും ശരി, രണ്ട് മൃഗങ്ങളായാലും ശരി. പക്ഷേ ദ റൂൾ ഇസ് ടു. ബിറ്റ്വീൻ മീൻസ് രണ്ടിൻ്റെ ഇടയിൽ, രണ്ട് എന്തായാലും ശരി, രണ്ട് ഐറ്റം ആയാലും ശരി, രണ്ട് പീപ്പിൾ ആയാലും ശരി, രണ്ട് ആനിമൽസ് ആയാലും ശരി, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാരാണ് വരുന്നത്. ഓക്കെ. ബട്ട് അമംഗ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ, ഒരു ക്രൗഡോ രണ്ടിൽ കൂടുതൽ ആൾക്കാരാകുമ്പം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സാധനങ്ങളാകുമ്പോഴാണ് നമ്മൾ അമംഗ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. ബിറ്റ്വീൻ ഈസ് ജനറലി യൂസ്ഡ് വെൻ റെഫറിങ് ടു ടു ഡിസ്റ്റിങ്ക്ട് items, persons. Right? രണ്ട് ഐറ്റംസും പേഴ്സണും പറ്റി പറയുമ്പോഴാണ് നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യുന്നത്. ഇടയിൽ, രണ്ടുപേരുടെ ഇടയിൽ. റൈറ്റ്.
whereas among is used for 3 or more. Among എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 3 മൂന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് നമ്മൾ among യൂസ് ചെയ്യുന്നത്. Thank you for the explanation, Shreya. All right. അപ്പോൾ with എന്താണ്? With എന്ന് പറയുമ്പോൾ കൂടെ. അത് obviously തെറ്റാണ്. It doesn't make any sense here, right? And into also is wrong option because into എന്ന് പറയുമ്പോൾ inside, അകത്തോട്ടേക്ക്. So അതും ഇവിടെ നമുക്ക് apply ചെയ്യാൻ പറ്റൂല. All right, let's look at the next question. Tenses in the question ആണ്. Question number 4. Let's read out the sentence. By the time the VFA officer arrived at the office, the applicant dash for 2 hours. ഇവിടെ എന്താ വരുന്നത്? പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇവിടെ എന്താ വരുന്നത്? ഓപ്ഷൻ എ was waiting, ഓപ്ഷൻ ബി has waited, ഓപ്ഷൻ സി had been waiting, and option D waited. ഇവിടെ എന്താ വരുന്നത്? Let's see who all gets this right. A, B, C, D. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ? All right, Shreya പറയാണ് C, option C ആണെന്ന്. Okay, take your time to read, understand the question and then attempt. We are in no hurry, but I want everybody to attempt this. Okay, Vishnu പറയുന്നുണ്ട് C ആണെന്ന്, and Rabith പറയുന്നുണ്ട് C ആണെന്ന്. Okay, all three of you are going for option C അല്ലേ? Had been waiting. So by the time the VFA officer arrived at the office, the applicant dashed for 2 hours. Option C is the correct answer. Amazing, good job. Had been waiting. The applicant had been waiting. Good job. Ivadate answer option C aanu. Had been waiting. Let's look at the explanation now. Answer is option C, had been waiting. Thank you, Nana. Nana, I hope you will participate. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി interact ചെയ്ത് പോവാം. Okay? All right. So ഇവിടെ നമ്മൾ നോക്കേണ്ടത് dual past action എന്ന് പറയുമ്പോൾ രണ്ട് ആക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? One is that by the time VFA officer arrived at the office. VFA officer ഓഫീസിലേക്ക് വരുന്ന സമയം, അത് ഒരു ആക്ഷൻ, റൈറ്റ്? രണ്ടാമത്തെ ആക്ഷൻ എന്താണ്? The applicant had been waiting for 2 hours. ഇത് രണ്ട് ആക്ഷൻസ് ആണ് നമ്മൾ പാസ്റ്റിൽ പറയുന്നത്, റൈറ്റ്? So when two events occur in the past, the earlier event that started first requires, ഏത് ടെൻസിലാണ് ഫസ്റ്റ് ആക്ഷൻ ഇരിക്കുന്നത്? ഈ ആക്ഷൻ ഇരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്, റൈറ്റ്? സോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഫസ്റ്റ് ആക്ഷന്റെ റിക്വയർമെന്റ്, റൈറ്റ്? ആൻഡ് ഇവിടെ ടൈം എക്സ്പ്രഷൻ ഉണ്ട്. ഫ്രേസ് for 2 hours ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറത്തേക്ക് വെയിറ്റ് ചെയ്യാറുണ്ട്. സോ 2 മണിക്കൂറത്തേക്ക് വെയിറ്റ് ചെയ്യുന്ന ഡ്യൂറേഷൻ എന്താണ്? അത് പറയുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? സോ അത് ഓൺ ഗോയിങ് ആക്ഷൻ ആയിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്. ദ ഫ്രേസ് for 2 hours, ആ ഡ്യൂറേഷൻ നമ്മൾ എന്താണ് അറിയിക്കുന്നത്? ഓൺ ഗോയിങ് ആക്ഷൻ ബിഫോർ a specific past reference point arrived എന്ന് പറയുമ്പോൾ ഓൺ ഗോയിങ് ആയിരുന്നു, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബിഫോർ ദ വില്ലേജ് ഓഫീസർ അറൈവ്ഡ് അല്ലേ? സോ അങ്ങനെ വരുമ്പം ആദ്യത്തെ ആക്ഷൻ ഏത് ടെൻസിലാണ് ഇരിക്കേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ആൻഡ് രണ്ടാമത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 മണിക്കൂറത്തേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ അത് ഓൺ ഗോയിങ് ആക്ഷൻ ആയിരുന്നു, റൈറ്റ്? അതുകൊണ്ടാണ് നമ്മൾ ഹാഡ് ബിൻ വെയിറ്റിംഗ് എന്ന് യൂസ് ചെയ്യുന്നത് അവിടെ, റൈറ്റ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ രണ്ടാമത്തെ ആക്ഷനിൽ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓക്കെ. സോ അതിന്റെ സ്ട്രക്ചർ എന്താണ്? ഹാഡ് ബിൻ പ്ലസ് വേർബ്. വേർബ് എന്താണ്? വെയിറ്റ് ആണ്. വേർബ് എന്തായിരുന്നു? വെയിറ്റ് ആയിരുന്നു. ആൻഡ് അതിന്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ING ആഡ് ചെയ്യണം. ബിക്കോസ് ഇത് ഓൺ ഗോയിങ് പ്രൊസീജിയർ, കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് ടെൻസ് ആയാലും ശരി, കണ്ടിന്യൂസ് ടെൻസ് വരുമ്പം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, റൈറ്റ്? ഇതിൽ കണ്ടിന്യൂസ് ടെൻസ് വരുമ്പം ആ വേർബിന്റെ കൂടെ ING എന്തായാലും ചേർക്കേണ്ടതാണ്. ഓക്കെ. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ING ചേർക്കുന്നത്. is specifically used to express an action that began in the past and continued up to another point in the past. So അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ ഒരു പോയിന്റ് വരെ അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ആ പോയിന്റ് എന്താണ്? വില്ലേജ് ഓഫീസർ വരുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ പോയിന്റ്, ആ ഫസ്റ്റ് ആക്ഷൻ
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബിഫോർ ദ വില്ലേജ് ഓഫീസർ കെയിം ഹിയർ. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ആൻഡ് അറൈവിംഗ് വേഴ്സസ് വെയിറ്റിംഗ്. The applicant started waiting before the officer arrived. Okay, so ആ ആപ്ലിക്കൻറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് പിന്നെയാണ് ഓഫീസർ വരുന്നത്. അപ്പോൾ അതുവരെ അത് ഓൺ ഗോയിങ് ആക്ഷൻ ആയിരുന്നു. സോ അത് എന്ത് ടെൻസിലാണ് വരേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അത് വരേണ്ടത്. ആൻഡ് നമുക്കിവിടെ ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. 2 മണിക്കൂറത്തോളം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ മലയാളത്തിൽ പറയൂലേ, അങ്ങനെ നിങ്ങൾ ഒന്ന് മലയാളത്തിൽ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു. സോ ആ സിറ്റുവേഷനിൽ വേണം നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, all right, let's see the next question. Question number 5 is active and passive voice. Okay, convert to passive voice. So ഇത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ആക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിനെ നിങ്ങൾക്ക് പാസീവിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. റെഡി? ഓക്കെ, ഓപ്ഷൻ let's read the sentence. The survey team is inspecting the plot boundaries. Option A, the plot boundaries were inspected by the survey team. Option B, the plot boundaries are inspected by the survey team. Option C, the plot boundaries are being inspected by the survey team. And option D, the plot boundaries have been inspected by the survey team. Okay, വിഷ്ണു പറയുന്നുണ്ട് ഓപ്ഷൻ സി ആണെന്ന്. ഓക്കെ, വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? All right, Vishnu is saying option C. I want more participation. Let's see who all can get this right. വേറെ ആരൊക്കെ അറിയാമെന്നുള്ളത് ആൻസർ? നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ verb inspecting. ഇതെന്താണ്? ഇത് കണ്ടിന്യൂസ് പ്രൊസീജിയർ, ING ആണ് വരുന്നത് അല്ലേ? സോ ദ ടീം ഈസ് ഇൻസ്പെക്ടിങ് ദ പ്ലോട്ട് ബൗണ്ടറി. സോ കണ്ടിന്യൂസ് പ്രൊസീജിയർ വരുമ്പോൾ എന്താണ് അതിൻ്റെ? ഓൾ റൈറ്റ്, ശ്രേയ ഓപ്ഷൻ എ ആണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സി വേറെ ആരാണ് പറയുന്നത്? ഓക്കെ, റാബിത്ത് ഇസ് സേയിങ് ഓപ്ഷൻ സി. ഓക്കെ, ലെറ്റ്സ് സി വാട്ട് ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഡിസ്ക്ലോസ് ചെയ്യട്ടെ എന്താണെന്ന്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The plot boundaries are being inspected by the survey team, right? ശ്രേയ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇൻസ്പെക്ടിങ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ING ചേർന്ന സ്ഥലത്ത് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത്. സോ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദ സർവേ ടീം ഇസ് ഇൻസ്പെക്ടിങ് ദ പ്ലോട്ട് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. സോ അത് നമ്മൾ പാസീവിലോട്ടേക്ക് ആകുമ്പം അതിൻ്റെ സ്ട്രക്ചർ എന്താവും? Structure will be subject plus is, am, are. ഇവിടെ എന്താണ്? സബ്ജക്റ്റ് പ്ലോട്ട് ബൗണ്ടറീസ് ആണ്. സബ്ജക്റ്റ് എന്തായി? പ്ലോട്ട് ബൗണ്ടറീസ്. സോ അത് പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ആറ് യൂസ് ചെയ്യണത്, റൈറ്റ്? ആൻഡ് അല്ലെങ്കിൽ ഒരു സിംഗുലർ ആണെങ്കിൽ ഇസ് യൂസ് ചെയ്തേനെ. സോ സബ്ജക്റ്റ് പ്ലസ് ഇവിടെ നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബീയിങ് വരും. ബീയിങ് എന്തിനാണ് വരുന്നത്? ബിക്കോസ് ഇത് present continuousലായിരുന്നു. The statement was in present continuous tense, active statement. So അത് പാസീവിലോട്ടേക്ക് ആക്കുമ്പോഴാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? is being അല്ലെങ്കിൽ are being അത് ആഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. റിമെമ്പർ ദിസ്, കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ പാസീവിലോട്ടേക്ക് ആക്കുമ്പോൾ ആർ ബീങ് അല്ലെങ്കിൽ ഇസ് ബീങ് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ദെൻ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വേർബ് എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളിലായിരിക്കും, അതായത് V3 ഫോം. ഇവിടെ എന്താണ്? ഇൻസ്പെക്റ്റഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും that ED അല്ലെങ്കിൽ EN വെച്ചായിരിക്കും വേർബ് മോസ്റ്റ്ലി അവസാനിക്കുന്നത്, റൈറ്റ്? സോ ഇൻസ്പെക്ട് എന്ന് പറഞ്ഞ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ED ചേർക്കുമ്പോൾ, റൈറ്റ്? ഇൻസ്പെക്റ്റഡ്. അല്ലെങ്കിൽ എന്തായിരിക്കണം? ബ്രോക്കൻ. ബ്രേക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബ്രോക്കൻ. സോ ഇവിടെ എന്താണ്? EN ആണ് ആഡ് ആവുന്നത്. സോ റിമെമ്പർ, ED അല്ലെങ്കിൽ EN വെച്ച് ആഡ് ആവുന്ന വേർഡ്സ് ആണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്, റൈറ്റ്? So in this scenario we have inspected. ED ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. Okay, and then you know the common rules, which is subject ഏറ്റവും അവസാനം പോവും, object ഏറ്റവും ഫസ്റ്റിൽ വരും, and then we add by in front of the subject, അല്ലേ? ഡൂവർ, സബ്ജക്റ്റ് ആരാണ്? ഡൂവർ, ചെയ്യുന്ന ആള്, വേർബ് ചെയ്യുന്ന ആള്. സോ അതിന്റെ മുന്നേ ആണ് നമ്മൾ ബൈ ആഡ് ചെയ്യുന്നത്. സോ ഹിയർ വി ഹാവ് ബൈ ഓൾസോ. സർവേ ടീം ആണ് നമ്മുടെ
എന്താണ് ഡൂവർ ആണ് നമ്മുടെ അല്ലെ ചെയ്യുന്ന ആൾക്കാർ. സോ അതിന്റെ മുന്നേ ആണ് നമ്മൾ ബൈ ആഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ഹൗ വി മേക്ക് ആർ സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ഓക്കെ, ക്ലിയർ അല്ലേ? thumbs up. All right, let's see the next question. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് ഇത് വരുന്നത്. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. സോ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ഇതിനെ ഡയറക്റ്റ് സ്പീച്ച് ആണ് തന്നിട്ടുള്ളത്. വി ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ലെറ്റ്സ് സീ ദ സെന്റൻസ്. ദ ഓഫീസർ സെഡ്, ഹാവ് യു സബ്മിറ്റഡ് യോർ ടാക്സ് റിസീറ്റ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുകയാണ്, ഓഫീസർ ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ വരേണ്ടത്? ഓപ്ഷൻ എ, ദ ഓഫീസർ ആസ്ക്ഡ് whether I had submitted my tax receipt. Option B, the officer said if I have submitted my tax receipt. Option C, the officer asked that if I submitted my tax receipt. And option D, the officer inquired whether I submit my tax receipt. ഏതാണ് ഇവിടെ correct option വരുന്നത്? Which one is the correct option here? ശ്രദ്ധിച്ചു നോക്കുക. Take your time, analyze the question. ഇവിടെ എന്താണ്? somebody is asking a question. ഡയറക്റ്റ് സ്പീച്ചിൽ എന്താണ് ഇവിടെ ചോദിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇത്, ഇതൊരു ചോദ്യമാണ്. അപ്പൊ ഇതിന് എങ്ങനെയാണ് നമ്മൾ ഫ്രേസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ? ട്രൈ ഡൂയിങ് ഇറ്റ്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത്? റെഡി വിത്ത് യുവർ ആൻസേഴ്സ്? Okay, Vishnu is saying option B. All right, Vishnu, think once more. ഇവിടെ നമ്മൾ പറയുവല്ല, ചോദിക്കുകയാണ്. ഓഫീസർ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? Okay, Sandra is also saying B. Shreya is saying A. Okay, വേറെ ആരൊക്കെയാ പറയാൻ പോകുന്നത്? All right, Shreya is saying A, Sandra is saying B, and Vishnu is saying B. Alle, nobody else wants to try? Vere arengelum try cheyanundo? It doesn't matter if you don't know the answer. Okay, get it. Endana oru prasham try cheyanene, there is no harm. Okay, Sandra is saying answer C. All right, Sandra answer C lekana parayunnathu. Okay, all right, answer reveal cheyate appo. Let's see the answer. Endanannu? Okay, so the answer is option A ആണ് correct ആയിട്ട് വരുന്നത്. Good job, Shreya. And let's see, ബാക്കി എല്ലാവർക്കും തെറ്റിയ ആൾക്കാർക്ക് രാബിത്തും C ആണ് പറയുന്നത്. തെറ്റിയ ആൾക്കാർക്ക് പറഞ്ഞു തരാം എന്തിനാണ് നമ്മൾ ഓപ്ഷൻ A വരുന്നത്. But the answer is the officer asked. Ask ആണ് ചെയ്യുന്നത്, said അല്ല. said എന്ന് പറയുമ്പോൾ എന്താണ്? പറഞ്ഞു. ഇതെന്താണ് ചെയ്യുന്നത്? ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് asked എന്ന് വരുന്നത്. Right? The officer asked whether I had submitted my tax receipt. നോക്കട്ടെ, ആൻസർ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് അല്ല, ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചോദ്യം ചോദിക്കുന്ന സെന്റൻസ് ആണ്. അപ്പൊ when there is a question being asked, അപ്പൊ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ട് we use asked. Okay, asked അല്ലെങ്കിൽ എൻക്വയർഡും യൂസ് ചെയ്യാൻ പറ്റും. എൻക്വയറി എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, conjunction for yes or no. When it is a yes or no statement, നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യണത്? Direct question starting with auxiliary verb. ഈ question എന്ത് വെച്ചാണ് തുടങ്ങുന്നത്? have വച്ചിട്ടാണ്. have എന്താണ്? It is an auxiliary verb അല്ലേ? have is an auxiliary verb. So auxiliary verb വച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ we use if or whether in our indirect speech, right? have വച്ച് have you അങ്ങനത്തെ വച്ച് ക്വസ്റ്റ്യൻസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്? if or whether. We can use both, it doesn't matter. Okay, അത് രണ്ടും കറക്റ്റ് ആണ്. Alright, and പിന്നെ മൂന്നാമത്തെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ടെൻസ് ഷിഫ്റ്റ്. അതായത് പ്രസന്റ് ടെൻസിലാണ് വരുന്നത്. ഹാവ് സബ്മിറ്റഡ്, ഇഫ് ഹാവ് യു സബ്മിറ്റഡ് എന്നല്ലേ വരുന്നത്. സോ ദാറ്റ് ഇസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വരുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ. അപ്പൊ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. അതുകൊണ്ടാണ് അവിടെ ഹാഡ് സബ്മിറ്റ് എന്ന് പറയുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ്
for a while and see. Okay, the officer asked. ആദ്യം തന്നെ നമ്മൾ സെഡ് മാറ്റിയിട്ട് ആസ്ഡ് ആക്കും, ബിക്കോസ് ഇവിടെ ചോദിക്കുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? ആ ചോദ്യമായിരുന്നു വന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ ആസ്ഡ്. വി ക്യാൻ ഓൾസോ യൂസ് എൻക്വയർഡ് ഹിയർ, നോ പ്രോബ്ലം. ഓക്കെ, ആൻഡ് ഹാവ് വെച്ച് തുടങ്ങുന്നതുകൊണ്ടാണ് നമ്മളിവിടെ വെദർ വെച്ച് തുടങ്ങുന്നത് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? വെദർ അല്ലെങ്കിൽ ഇഫും നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇഫ് ഐ ഹാഡ് സബ്മിറ്റഡ്, നൗ വി ചേഞ്ച് പ്രസന്റ് പെർഫെക്റ്റ് ടു പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാഡ് സബ്മിറ്റഡ് വരുന്നത്, റൈറ്റ്? ആൻഡ് മൈ റിസീപ്റ്റ്, ടാക്സ് റിസീപ്റ്റ്, ഓബ്വിയസ്ലി യോർ ചേഞ്ചസ് ടു മൈ, റൈറ്റ്? യു ചേഞ്ചസ് ടു ഐ, അതുപോലെ തന്നെ യോർ ചേഞ്ചസ് ടു മൈ. ഇവിടുത്തെ പ്രൊനൗൺസ് ശ്രദ്ധിക്കുക. ഹാവ്, യു എന്താണ് മാറുന്നത്? വെദർ ഐ ഹാഡ്, ഐയിലോട്ടേക്കാണ് മാറുന്നത്. ആൻഡ് യോർ എന്തിലേട്ടേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്? മൈയിലോട്ടേക്കാണ് ചേഞ്ച് ചെയ്തത്. സോ ഇതാണ് പ്രൊനൗൺസിൽ വരുന്ന ചേഞ്ചസ്. ഓൾറൈറ്റ്, ഗുഡ് ജോബ് ഓൾ ഓഫ് യു. ദെൻ യു ചേഞ്ചസ് ടു ഐ ആൻഡ് യോർ ചേഞ്ചസ് ടു മൈ. അത് ഓബ്വിയസ്ലി നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പം ആരോടാണ് ചോദിച്ചത്? എന്നോടാണ് ചോദിച്ചത്. സോ ഐ പുട്ട് യു ഇൻസ്റ്റെഡ് ഓഫ് ഐ ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് യോറിൻ്റെ സ്ഥലത്ത് മൈ, എന്നോടല്ലേ ചോദിച്ചത്, എൻ്റെ കാര്യമല്ലേ പറയുന്നത്, സോ മൈ ആണ് വരുന്നത്. ഓക്കെ, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ടേക്ക് അസർട്ടീവ് വേർഡ് ഓർഡർ, അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വേർബ് വരുന്നത്. ആൻഡ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക് വരില്ല. ഇൻഡയറക്റ്റ് സ്പീച്ചസിൽ നോക്കേണ്ട കാര്യമാണ്. കൊട്ടേഷൻ മാർക്സും വരില്ല. കൊട്ടേഷൻ മാർക്സ് എന്താണ്? ദിസ് തിങ്, റൈറ്റ്? ഡയലോഗ് പറയുമ്പോഴാണ് കൊട്ടേഷൻ മാർക്ക് വരുന്നത്. പക്ഷെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടേക്ക് അത് മാറ്റുമ്പം എന്താണ് വരുന്നത്? ഇറ്റ് ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ, അതും മാറും. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും റിമൂവ് ആവും. ഫുൾ സ്റ്റോപ്പിലാണ് എൻഡ് ആവുന്നത്. ഓക്കെ, ബിക്കോസ് ഇത് ഇപ്പോൾ ഒരു ചോദ്യത്തിന്റെ രീതിയിലല്ല, ഇതൊരു സെന്റൻസിന്റെ രീതിയിലാണ്, അതുകൊണ്ടാണ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് വരുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 കണ്ടീഷണൽ സെന്റൻസസിന്റെ ആണ്. നോക്കാം, എല്ലാവരും റെഡി അല്ലേ അറ്റൻഡ് ചെയ്യാൻ? ഓക്കെ, if the field report dash submitted on time, the project would have been approved. So ഇവിടെ നമ്മുടെ എന്താണ്, ഇഫ് ക്ലോസിലാണ് സ്റ്റേറ്റ് ബ്ലാങ്ക് വന്നിരിക്കുന്നത്. ചിലപ്പോൾ അവർ മെയിൻ ക്ലോസിലും ബ്ലാങ്ക് തരും. സോ ഇവിടെ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലാണ് ബ്ലാങ്ക് വരുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ വാസ്, ഓപ്ഷൻ ബി ഇസ്, ഓപ്ഷൻ സി had been, and option D has been. അപ്പൊ എന്താണ് ഇവിടെ വരേണ്ടത്? ഏത് ഓപ്ഷനാണ് ഇവിടെ വരേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 7 if the field report dash submitted on time, the project would have been approved. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം would have been ആണ്. Now I am giving you hints also, so ഇനിയും better try ചെയ്യാം. ഓക്കെ, സോ സന്തോഷ് പറയാണ് ഓപ്ഷൻ സി ആണെന്ന്, ഹാഡ് ബിൻ. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് അതേഴ്സ് ഹാവ് ടു സേ. വിഷ്ണു പറയാണ് ഓപ്ഷൻ ഡി ആണെന്ന്, ഹാസ് ബിൻ എന്ന്. ഓക്കെ, എനിബഡി എൽസ്? ശ്രേയ പറയാണ് എ ആണെന്ന്, വിച്ച് ഇസ് വാസ്. ഓക്കെ, ഇഫ് ദ ഫീൽഡ് റിപ്പോർട്ട് വാസ് സബ്മിറ്റഡ് ഓൺ ടൈം. ഓക്കെ, നിങ്ങൾ ക്ലൂ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സാൻഡ്ര ഈസ് ഓൾസോ സേയിങ് ഓപ്ഷൻ സി. ക്ലൂ എന്താണ്? വുഡ് ഹാവ് ബിൻ ആണ് ഇവിടെ ക്ലൂ വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ റിവീൽ ചെയ്യട്ടെ? ആൻസർ റിവീൽ ചെയ്യട്ടെ? ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ദെൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഗുഡ് ജോബ്. ഹായ് മല്ലു ട്രാവൽസ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സാൻഡ്ര ആൻഡ് വേറെ ആരാ ഇത് അറ്റംപ്റ്റ് ചെയ്തത്? സന്തോഷ് ആണെന്ന് തോന്നുന്നു. ഗുഡ് ജോബ്, യു ഗൈസ് ഗോട്ട് ഇറ്റ് റൈറ്റ്. And well, good try to the rest of you. Okay, so if the field report had been ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. had been submitted on time, the project would have been approved. അല്ലേ? സോ ഇത് ഏത് കണ്ടീഷണൽ ക്ലോസ് ആണ്? ഇത് third conditional clause ആണ്. Okay, so the sentence follows a third conditional structure. അതായത് ഇത് ഇമാജിനറി സിറ്റുവേഷൻ ആണ്, ഇങ്ങനെ നടന്നിട്ടില്ലല്ലോ, ഇല്ല. സോ എന്തായിരുന്നു സെന്റൻസ്? ഇഫ് ദ ഫീൽഡ് റിപ്പോർട്ട് ഹാഡ് ബിൻ സബ്മിറ്റഡ് ഓൺ ടൈം, ഫീൽഡ് റിപ്പോർട്ട് സബ്മിറ്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുമായിരുന്നു, റൈറ്റ്? സോ ഇത് നടക്കാത്ത കാര്യമാണ്, ഇമാജിനറി കാര്യമാണ്, അല്ലേ?
ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ അൺഫുൾഫിൽഡ് പാസ്റ്റ് സിറ്റുവേഷൻസ് ആണിത്. സോ അതിൻ്റെ ഫോർമുല എന്താണ്? ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് എന്ന് വെച്ച് പറയുമ്പോൾ ഇഫ് വെച്ച് തുടങ്ങുന്ന സെന്റൻസിനെയാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്, റൈറ്റ്? ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്, അതുകൊണ്ടാണ് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലൂ തന്നത്. ദാറ്റ് വുഡ് ഹാവിനെ നിങ്ങൾ നോക്കൂ. വുഡ് ഹാവ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലായിരുന്നേനെ. ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റിൽ എന്താ വരുന്നത്? ഹാഡ് ആണ് വരുന്നത്, ഓക്സിലറി വെർബ് അല്ലേ? സോ റിമെമ്പർ ദിസ്. ഇഫ് ക്ലോസിൽ ഹാഡ് വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വരും. ഇപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഉണ്ടെങ്കിൽ ഇഫ് ക്ലോസിൽ എന്താ വരുന്നത്? ഹാഡ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും തംസ് അപ്പ് ഇട്ട് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ഇഫ് ക്ലോസും മെയിൻ ക്ലോസും വരുന്നത് ഇത് തേർഡ് കണ്ടീഷണൽ സ്ട്രക്ചർ ആണ് ഇതിൻ്റെ. ബിക്കോസ് സംതിങ് ഡിഡ്ന്റ് ഹാപ്പൻ, ഇത് സംഭവിച്ചിട്ടില്ല. ഓക്കെ, all right, I hope this is clear to all of you. Good job. Okay, let's see the next question. Question number 8. Okay, question number 8, idioms and phrases aanu. What does the idiom to beat around the bush mean? What does the idiom to beat around the bush? Beat around the bush ന്റെ അർത്ഥം എന്താണ്? Option A, to cut trees down around a field property. Option B, to avoid coming to the main point directly. Option C, to work extremely hard under difficult circumstances. And option D, to solve a complex land dispute quickly. Endana? Okay, good job, good job. I think, let's see. Malu Travels B പറയുന്നുണ്ട്, ഓപ്ഷൻ ബി. ഓക്കെ, and Santosh is also saying option B. Alright, let's see anybody else who wants to try. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നിതിൻ പറയാണ് ഓപ്ഷൻ ബി ആണെന്ന്, which is to beat around the bush എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം അവോയ്ഡ് ചെയ്യുക, മെയിൻ കാര്യം പറയാതെ ബാക്കി എല്ലാം ഇങ്ങനെ പറയുക അല്ലേ? ഓക്കെ, Sandra is also saying option B. Rabit is also saying option B. Okay, all right, option B ആണ് correct answer. appo all right, absolutely correct, all of you, good job, big claps. To avoid coming to the main point directly, നമ്മൾ മെയിൻ കാര്യം സംസാരിക്കാത്ത അതിൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാ കാര്യം പറഞ്ഞ് പോണേനെയാണ് to beat around the bush എന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഇഡിയം പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? To avoid coming to the main point. Good job, all of you. Good job, good job. And ഇതിൻ്റെ ഒറിജിൻ ഇത് എവിടെ നിന്നാണ് ഈ ടു ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്? ഇതിൻ്റെ സ്റ്റോറി നമുക്ക് നോക്കാം. ദ ഫേസ് കംസ് ഫ്രം മിഡീവിയൽ ബേർഡ് ഹണ്ടിങ്. മിഡീവിയൽ എറാന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു എന്താണ്, ഒരു 13th 11th 10th 12th സെഞ്ചുറി ആ സമയത്ത് ബേർഡ് ഹണ്ടിങ്ങിൻ്റെ സമയത്ത് വേർ ബീറ്റേഴ്സ് വുഡ് ഹിറ്റ് ബുഷ് ടു ഫ്ലഷ് ഔട്ട് ബേർഡ്സ്. ബീറ്റേഴ്സ് എന്താണ്, ലൈക്ക് ബുഷിനെ അടിക്കുമായിരുന്നു ബേർഡ്സിനെ പറത്തി വിടാനായിട്ട്, വിതൗട്ട് ഡയറക്ട്ലി അപ്രോച്ചിങ് ദ ഡേഞ്ചർ ഏരിയ. സോ ആ കാലത്ത് നിന്നാണ് ഈ ഒരു ഇഡിയം വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഫിഗറേറ്റീവ് മീനിങ് എന്താണ്? ഇറ്റ് മീൻസ് ടോക്കിംഗ് അബൌട്ട് ഇറെലവൻറ്റ് മാറ്റേഴ്സ്, ലൈക്ക് നമുക്ക് അത്യാവശ്യമല്ലാത്ത നെസസറി അല്ലാത്ത കാര്യങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിക്കുക, മെയിൻ കാര്യം പറയാണ്ട്. അവിടെയാണ് നമ്മൾ ഇഡിയം യൂസ് ചെയ്യുന്നത് ടു ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന്. ഓക്കെ, ഗുഡ് ജോബ് ഓൾ ഓഫ് യു, അമേസിങ്. ഓൾ റൈറ്റ്, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിനോണിംസ് ആണ് ഇവിടെ. Choose the word that is most similar in meaning to meticulous. Meticulous എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? സിമിലർ മീനിങ് എന്താണ്? അതായത് സിനോണിം എന്താണ്? സോ ഓപ്ഷൻ എ കെയർലെസ്, ഓപ്ഷൻ ബി painstaking, ഓപ്ഷൻ സി hesitant and ഓപ്ഷൻ ഡി superficial. എന്താണ് മെറ്റിക്യുലസിന്റെ സിമിലർ മീനിങ്, സിനോണിം എന്താണ്? All right, Santosh is saying pass. Okay, you don't know, I guess. Okay, all right. Meticulous inde synonym endana? All right, meticulous endana synonym varunathu? Option A പറയുന്നുണ്ട് നിതിൻ. Shreya is also saying option A. Okay, all right. വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? Is anybody else going to try?
Is anybody else going to try? മെറ്റിക്യുലസ് എന്ന് പറഞ്ഞ ഇതില്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, PSC ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ PSCയുടെ PYQs നോക്കുമ്പോൾ പെയിൻസ് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അതിനെയാണ് നമ്മൾ പെയിൻസ് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റിമെമ്പർ ദിസ്, മെറ്റിക്യുലസ് ഇസ് വൺ ഓഫ് PSC's ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. സോ ഏത് രീതിയിലായാലും മെറ്റിക്യുലസിന്റെ ആന്റണിം, അതായത് ഓപ്പോസിറ്റും ചോദിക്കാം, മെറ്റിക്യുലസിന്റെ സിനോണിമും ചോദിക്കാം. സോ അതൊന്ന് നോക്കണം കേട്ടോ. ഈ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെറ്റിക്യുലസിന്റെ എന്താണ് കറക്റ്റ് ആൻസർ? ഓക്കെ, സന്തോഷ് ഗൂഗിൾ നോക്കാൻ പോവാണ്. ഓക്കെ, ബട്ട് യു ഡോണ്ട് നീഡ് ദാറ്റ്, ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. ഓൾറൈറ്റ്, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പെയിൻസ് ടേക്കിംഗ്. ഓക്കെ, പെയിൻസ് ടേക്കിംഗ് ആണ്. റാബിത്ത്, കറക്റ്റ് ആൻസർ പെയിൻസ് ടേക്കിംഗ് ആണ്, കെയർലെസ് അല്ല. മെറ്റിക്യുലസിന്റെ അർത്ഥം ഷോയിങ് ഗ്രേറ്റ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഭയങ്കര കെയർഫുൾ ആയിട്ട്, ഭയങ്കര എന്താണ് ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക, അതിനെയാണ് നമ്മൾ മെറ്റിക്യുലസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ എക്സ്ട്രീംലി കെയർഫുൾ, പ്രിസൈസ് ആൻഡ് തറോ. സോ നമ്മൾ പെയിൻസ് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ പെയിൻസ് ടേക്കിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഹാസ് എ സിമിലർ മീനിങ് to the word meticulous. I hope this is clear now. Meticulous ഇനി ആരും മറക്കല്ലല്ലോ. So meticulous ന്റെ അർത്ഥം എന്താണ്? Painstaking ആണ്. Okay, all right, good job all of you. I like the effort. എല്ലാവരും എഫേർട്ട് ഇടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്. Okay, and let's look at the 10th question. Antonym ആണ് ഇന്നത്തെ 10th question ആയിട്ട് വരുന്നത്. Choose the word that is opposite in meaning to transparent. ഇത് ഈസി ആണല്ലോ. I hope everybody knows this one. ഇത് ഈസി ആണ്. ട്രാൻസ്പെറൻറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ക്ലിയർ, ഓപ്ഷൻ ബി opaque, ഓപ്ഷൻ സി lucent ആൻഡ് ഓപ്ഷൻ ഡി apparent. എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ്? ട്രാൻസ്പെറൻറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? What is the opposite of the word transparent? എന്താണ്? Okay, Vishnu is saying option B, and Shreya is also saying option B. Santosh is also saying option B. Shyam is saying option B. Nitin is saying option B. So എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാം. Absolutely correct. ട്രാൻസ്പെറൻറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് opaque. ട്രാൻസ്പെറൻറ്റ് എന്താണ്? ലൈറ്റ് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് യു ക്യാൻ സീ ത്രൂ ഇറ്റ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നത്. ഒപ്പേക്കിന് അകത്തൂടെ ഒട്ടും ലൈറ്റ് പോകില്ല. ഫോർ എക്സാമ്പിൾ എ വാൾ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ലൈക്ക് ത്രൂ ലൈറ്റ് പോലെ. കെൻ യു സീ ത്രൂ എ വാൾ? നോ. സോ വാൾ എന്താണ്? ഒപ്പേക്ക് ആണ്. റൈറ്റ്, സോ ലെറ്റ്സ് സീ. opaque is the answer. Option B ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Superb job all of you. Definition of transparent എന്ന് പറയുമ്പം allowing light to pass through so objects behind can be distinctly seen. അതായത് നമുക്ക് അതിൻ്റെ ത്രൂ കാണാൻ പറ്റും അപ്പുറത്തെ സൈഡ് എന്താണ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒട്ടും അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഒപ്പേക്ക് എന്ന് പറയുന്നത്. റൈറ്റ്, ആൻഡ് ദെൻ സിനോണിം ഡിസ്ട്രാക്ടേഴ്സ്. ഓപ്ഷൻ എ ക്ലിയറും ലൂസെൻറ്റും ആപ്പറൻറ്റും എല്ലാം ട്രാൻസ്പെറൻറ്റിൻ്റെ സിനോണിം ആണ്. ഓക്കെ, ലൂസെൻറ്റ്, ക്ലിയർ ആൻഡ് ആപ്പറൻറ്റ് എല്ലാം ട്രാൻസ്പെറൻറ്റിൻ്റെ സിമിലർ ആണ്, സിമിലർ മീനിങ് ഉള്ളതാണ്. ഓക്കെ, സോ ഓൺലി ഒപ്പേക്ക് വാസ് ദ റൈറ്റ് ആൻസർ. കണ്ടെക്സ്ച്വൽ യൂസേജ് നമുക്ക് നോക്കാം. അതായത് എക്സാമ്പിൾ, നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് എക്സാമ്പിൾ ട്രാൻസ്പെറൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ആൻഡ് ഒപ്പേക്ക് ഓൾസോ. ഇൻ അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പെറൻറ്റ് governance means open processes, while opaque governance means hidden or closed processes. അല്ലേ, ട്രാൻസ്പെറൻറ്റ് ഗവൺമെൻറ് ആകുമ്പോൾ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് അത് നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. പക്ഷെ ഒപ്പേക്ക് ആകുമ്പോൾ അവർ എന്താണ് ഒളിപ്പിച്ച് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഒന്നും എത്തുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റും ഒപ്പേക്കും യൂസ് ചെയ്യണത്. ഓക്കെ, all right, so last question for the day. ഇനി എല്ലാവരും ഇത് ആൻസർ ചെയ്യണം കേട്ടോ. ഇത് 1 word substitution ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ തറോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് തരുന്നത്. സോ പാർട്ടിസിപ്പേറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, ആൻഡ് ദെൻ വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ല.
And so yeah, let's go. Select the correct single word. One word substitution ആണ്. അതായത് ഒരു സെന്റൻസിന്റെ പകരം ഒരു വേർഡിന്റെ കൂടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, റൈറ്റ്? ഓക്കെ. A detailed official record of ownership and boundary lines of land properties. ഇങ്ങനത്തെ വേർഡ്സ് is very very important to know for your exams. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു കാറ്റഗറി ഓഫ് വേർഡ്സ് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ലെറ്റ്സ് സീ. A detailed official record of ownership and boundary lines of land properties. ഇതിന് എന്താ പറയുന്നത്? ഓപ്ഷൻ എ മാനിഫെസ്റ്റോ, ഓപ്ഷൻ ബി കെഡസ്റ്റർ, ഓപ്ഷൻ സി ആർക്കൈവ്സ് ആൻഡ് ഓപ്ഷൻ ഡി ലെഡ്ജർ. എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഓൾ റൈറ്റ്, പെട്ടെന്ന് എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? 11th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ. A detailed official record of ownership and boundary lines of land property നെ നമ്മൾ എന്താണ് പറയുന്നത്? Okay, option B പറഞ്ഞിട്ടുണ്ട് നിതിൻ. Option Sandra is also saying option B. Vishnu is also saying option B. And we have I'm going to say ads also option B ആണ് പറയുന്നത്. Okay, let's see. Shreya also saying option B, but confused. Sham option B ആണ് പറയുന്നത്. Okay, വേറെ ആരെങ്കിലും ഉണ്ടോ? ആൻസർ ഡിസ്ക്ലോസ് ചെയ്യട്ടെ, ആൻസർ റിവീൽ ചെയ്യട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. ഐ വാണ്ട് മോർ പാർട്ടിസിപ്പേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ ആണ്. അപ്പൊ നിങ്ങളുടെ തറോ പ്രിപ്പറേഷൻ ആണ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ മച്ച് യു ഹാവ് ലേൺ ടുഡേ, അല്ലേ? ഓൾ റൈറ്റ്, എല്ലാത്തിന്റെ ഓപ്ഷൻസിന്റെ മീനിങ് പറഞ്ഞു തരാം. ഓഫ് കോഴ്സ് ഇതിന്റെ എല്ലാത്തിന്റെ ഓപ്ഷൻസിന്റെ മീനിങ് പറഞ്ഞു തരാം. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഗുഡ് ജോബ്, അമേസിംഗ്. സോ എല്ലാവർക്കും വേർഡ്സ് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. A detailed official record of ownership and boundary lines of land properties നെ വിളിക്കുന്നതാണ് കെഡാസ്റ്റർ എന്ന്, റൈറ്റ്? And let's see, option B ആണ് correct answer. Amazing. Okay. So a cadastre is a comprehensive register of real estate or land parcel boundaries of a region. Boundary lines ഉം ഓണർഷിപ്പിന്റെയും രജിസ്റ്ററിനെയാണ് നമ്മൾ കെഡാസ്റ്റർ എന്ന് പറയുന്നത്, റൈറ്റ്? ആൻഡ് മാനിഫെസ്റ്റോ എന്താണ്? മാനിഫെസ്റ്റോ എന്ന് പറയുമ്പോൾ പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് പോളിസി ആൻഡ് എയിംസ് യൂഷ്വലി ഇഷ്യൂഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർ ഓർഗനൈസേഷൻ. നമ്മൾ ന്യൂസിൽ കേൾക്കാറില്ലേ ഈ മാനിഫെസ്റ്റോ ആ മാനിഫെസ്റ്റോ എന്ന്? എന്താണത്? പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് പോളിസി, ഒരു പോളിസി ഡിക്ലെയർ ചെയ്യുന്നതാണ്. ആൻഡ് എയിംസ് യൂഷ്വലി ഇഷ്യൂഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൊണ്ടുവരുന്ന പോളിസീസിനാണ് നമ്മൾ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്, റൈറ്റ്? ആൻഡ് ദെൻ വി ഹാവ് ആർക്കൈവ്സ്. ആർക്കൈവ്സ് എന്താണ്? Collection of historical documents or a physical place where they are stored generally. നമ്മൾ പറയാറില്ലേ ആർക്കൈവ്സിൽ പോയിട്ട് ബുക്ക് നോക്കാം, ന്യൂസ് പേപ്പർ നോക്കാം. ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന പ്ലേസിനാണ് നമ്മൾ ആർക്കൈവ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? ആൻഡ് ദെൻ വി ഹാവ് ലെഡ്ജർ. ലെഡ്ജർ എന്താണ്? is a book or financial file for recording and totaling economic accounts transaction. അത് ബൗണ്ടറി ആയിട്ട് ഒരു ഇതില്ല, അത് ഫുൾ ഫൈനാൻസിനെയാണ് നോക്കുന്നത്, ലെഡ്ജർ, റൈറ്റ്? ഐ ഹോപ്പ് ദിസ് വാസ് ഇപ്പൊ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ABCD ഓപ്ഷൻ എല്ലാം ക്ലിയർ അല്ലേ? സോ ദാറ്റ് വാസ് ഇറ്റ് ഫോർ ടുഡേസ് സെഷൻ. നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് സോ മച്ച് ഫൺ ഇന്ററാക്ടിങ് വിത്ത് യു ഗൈസ്. ഇനിയും നിങ്ങൾ ഇത്രയും പാർട്ടിസിപ്പേഷൻ ചെയ്യണം. നിങ്ങളുടെ ഇത്രയും പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്കും കുറേ മോട്ടിവേഷൻ വരുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ്. ഐ ഹോപ്പ് യുവർ പ്രിപ്പറേഷൻ ഇസ് ഗോയിങ് വെൽ ആൻഡ് യു ക്യാൻ ഓൾവേസ് ടേക്ക് ഹെൽപ്പ് ഓഫ് അവർ ആപ്പ് ആൻഡ് ഓൾസോ ടേക്ക് അഡ്മിഷൻ ഇൻ മിൻറ്റ് PSC. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം, മെൻറ്റർഷിപ്പ് വേണമെങ്കിലും യു ക്യാൻ അപ്രോച്ച് us. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ പ്ലെഷർ to be here and teach you all of you. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാം, റൈറ്റ്? അപ്പോഴത്തേക്കും നെക്സ്റ്റ് ക്ലാസ് വിൽ ബി സൂൺ. മേ ബി ദിസ് വീക്ക് തന്നെ നമുക്കൊരു ക്ലാസ് വയ്ക്കാം, റൈറ്റ്? അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക. ആൻഡ് ഐ ഹോപ്പ് യുവർ എക്സാംസ് ഗോ വെൽ. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ്. സി യു നെക്സ്റ്റ് ടൈം. അപ്പോൾ ബൈ ബൈ.